ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ക്ലോസറ്റിൽ നമ്മൾ ഫ്ലഷ് ഉപയോഗിക്കാണ്ട് ഫ്ലഷിനും പകരമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പുഷ് ബട്ടൺ ഉപയോഗിക്കാം. ഇത് കാണുന്ന പോലെ തന്നെ പുഷ് ബട്ടൺ കണ്ടോ, ഈ കാണുന്ന രീതിയിൽ പുഷ് ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസറ്റിലേക്ക് നമ്മൾ ടാങ്കിൽ നിന്നും ഡയറക്റ്റാണ് വെള്ളം വരുന്നത്. അതായത് വാട്ടർ ടാങ്കിൽ നിന്നും ഡയറക്റ്റാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയൊക്കെ കൊടുക്കണം, അതെന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഏതാണ് കമ്പനി എന്നുള്ള ഫുൾ ഡീറ്റെയിൽ എന്നാണ് ഇന്ന് നോക്കുന്നത്. പിന്നെ അതിനുശേഷം ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിത് കാണുന്നത് ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഈ കാണുന്നത് ജാഗോറിൻ്റെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ബ്രാസ് മെറ്റീരിയൽസ് ആണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. നമ്മൾ പരിചയപ്പെടുന്നത് ജാഗൂറാണ്. ജാഗൂർ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൻ്റേതായ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ കിട്ടാവുന്ന അത്യാവശ്യം നമ്പർ 1 ക്വാളിറ്റികളിൽ ഒന്നാണ് ജാഗൂർ. ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 4150 ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പുഷ് ബട്ടൻ്റെ നോബുകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇനി സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല. അത് നമ്മളെല്ലാം അതിൻ്റെ അകത്തുനിന്ന് ഊരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കൺസീൽഡ് ചെയ്ത് ഭിത്തിയുടെ ഉള്ളിലാണ് ഉറപ്പിക്കേണ്ടത്. ഇതെങ്ങനെയാണ് അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത്, അതായത് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പ് കാണുന്നുണ്ട്. അത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളെല്ലാം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് അഴിച്ച് മാറ്റുന്നത്. പിന്നെ ഇതിൽ കണ്ടിട്ടുണ്ടോ, അവിടെ ജാഗുവാറിൻ്റെ എംബ്ലം കൊടുത്തിരിക്കുന്നു. 1.5 ഇഞ്ച് എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വെള്ളം അതിൽ നിന്ന്, അതായത് ഇവിടെ നിന്നാണ് വെള്ളം നമ്മൾ ടാങ്കിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ടാങ്കിൽ നിന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും നേരെ വരുന്നത് ഇവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അവിടെ താഴെയാണ് നമുക്ക് ഔട്ട് വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് പൈപ്പാണ് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തരേണ്ട. 1.5 ഇഞ്ച് പൈപ്പാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കേണ്ടത്. 1.25 ഔട്ടാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ടൈല് കാര്യങ്ങൾ ഒട്ടിക്കുന്നതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കൂടിയിട്ട് അതിൻ്റെ അകത്ത് ഫിനിഷിംഗ് ലെവലിൽ അതിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ക്യാപ്പ് അഴിച്ച് മാറ്റിയതിന് ശേഷമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജ്. അവസാനമായിട്ട് നമ്മുടെ ടൈലിന് പുറത്തേക്ക് വരുന്ന എഫക്റ്റ് വരുന്നത്. അതായത് ആ സ്റ്റീലിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് പുറത്തേക്ക് എഫക്റ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഭാഗങ്ങൾ അഴിച്ചാൽ അതല്ല അതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ കണ്ടോ, പുഷ് ബട്ടൺ എന്ന് കണ്ടോ, നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഭിത്തിയുടെ അകത്തേക്ക് പോയതിന് ശേഷം ഭിത്തിയുടെ അകത്തേക്ക് ഇത്രയും പുറത്തേക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ പുഷ് ചെയ്യേണ്ട സ്ഥലത്ത് നന്നായിട്ട് പുഷ് ചെയ്യുക. ആ പുഷ് ചെയ്തത് റിലീസ് ആവുന്നത് കുറച്ച് സെക്കൻഡുകളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ. പുഷ് ചെയ്തിട്ട് അപ്പോൾ തന്നെ റിലീസ് ആവില്ല. നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അത് പതുക്കെ റിലീസ് ആവുന്നുള്ളൂ. ആ റിലീസ് ചെയ്യുന്നതിൻ്റെ ടൈം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തതനുസരിച്ചിട്ട് ആ പുഷ് ബട്ടൺ റിലീസ് ആവുന്ന ടൈമിനനുസരിച്ചിട്ടാണ് വെള്ളം എത്ര വേണം എന്നുള്ള വെള്ളം നമ്മുടെ ക്ലോസറ്റിലേക്ക് പ്രഷറിൽ വരുന്നത്. അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതായത് ഇത്ര ടൈം, ഇത്ര സെക്കൻഡ് ആ പുഷ് ബട്ടൺ റിലീസ് ആവുന്ന ആ സമയത്താണ് അതിലേക്ക് വെള്ളം വരുന്നത്, ക്ലോസറ്റിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ ആ ടൈം നമ്മൾ ഈ പറയുന്ന നോബ്, മുകളിൽ കാണുന്ന പുഷ് ബട്ടൻ്റെ നോബ് തന്നെ അതിൻ്റെ ആരോ മാർക്ക് കണ്ട റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാവുന്ന രീതിയിൽ, ഓപ്പൺ ക്ലോസ് എന്ന രീതിയിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈം എന്ന് ഉദ്ദേശിച്ചാൽ റിലീസ് ആവുന്ന ടൈം. അതായത് നമ്മൾ ഞെക്കിയതിന് ശേഷം പുറത്തേക്ക് ബട്ടൺ പതുക്കെ പുറത്തേക്ക് വരുന്നത്. ആ പുറത്തേക്ക് വന്ന് ക്ലോസ് ചെയ്യുന്ന ലെവലിൽ വരെയാണ് അതിൻ്റെ വെള്ളം വരുന്നത്. അപ്പോൾ അത്രയും ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം കൂടുതലും കുറവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെള്ളം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ടൈം റിലീസ് ആവുന്ന രീതിയിൽ വയ്ക്കാം. വെള്ളം അല്ലാത്ത രീതിയിലാണോ വേണ്ടെങ്കിൽ, കുറച്ച് വെള്ളമാണോ വേണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൽ മാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു, അതായത് ആരോ മാർക്ക് ചെയ്തിരിക്കുന്ന താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ആരോ മാർക്ക് ഇന്ന് വന്നത് 1.5 ഇഞ്ചാണ് ഔട്ട് ഇന്ന് വന്നത്. ഇന്ന് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 1.5 ഇഞ്ച് പൈപ്പാണ്. ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ബ്രാഞ്ച് വഴി, അതായത് നമ്മൾ സാധാരണ വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിൽ നിന്ന് സെപ്പറേറ്റ് കൊടുക്കാതെ നമ്മൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ടാങ്കിൽ നിന്ന് ഒരു സെപ്പറേറ്റ് പൈപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അത്രയും വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നതാണ് അത്രയും പ്രഷർ ഉണ്ടാവുന്നതിന് ഏറ്റവും നല്ലത്. അതായത് ഇതിലേക്ക് വരുന്ന പൈപ്പ് സെപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ അത്രയും വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കും. ആ പൈപ്പിൽ സ്റ്റോർ ചെയ്ത് മുകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഇരുന്ന വെള്ളം അത്രയും സ്റ്റോർ ചെയ്ത് നിൽക്കും. എന്നാൽ മാത്രമേ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് പൈപ്പുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഇന്നും ഔട്ടും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 ഇഞ്ച് ഇന്ന് വരുന്നത് നേരെ ടാങ്കിൽ നിന്ന് വരുന്നത്. ഔട്ട് വരുന്നത് 1.25 ഔട്ട് വരുന്നത്. അതിൻ്റെ ഫിറ്റിങ്സ് 1.25 ഫിറ്റിങ്സ് കമ്പനി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു
FTA അല്ലെങ്കിൽ MTA അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടാവും, കമ്പനി തന്നിട്ടുണ്ടാവും. ആ ബ്രാഞ്ച്, അതായത് അതും ബ്രാസിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ്. അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഇട്ടതിന് ശേഷം നമ്മുടെ 1.25 ഇഞ്ച് പൈപ്പ് നമ്മുടെ ക്ലോസറ്റിൻ്റെ സ്ഥലത്തേക്ക് വെക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ കൊടുക്കുന്നു ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ കൊടുക്കേണ്ടതെന്നും അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യമാണ്, ഇതിൻ്റെ പുഷ് ബട്ടൺ ഉറപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ടൈൽ ഫിനിഷിങ് ഞാൻ നേരത്തെ കാണിച്ചു. ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് ഇട്ടതിന് ശേഷം ടൈൽ ഫിനിഷിങ് കാര്യങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഫിനിഷിങ് മിനിമം മാക്സിമം എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ആ ഫിനിഷിങ് ടൈൽ ഫിനിഷിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ടൈൽ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ കൊടുത്തിരിക്കുന്ന 6 മാർക്ക് ടൈൽ ഫിനിഷിംഗ് എത്രയാണോ ആ മിനിമം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മിനിമം ആയിരിക്കണം. അതിൽ മാക്സിമം ഒട്ടും തന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുഷ് ബട്ടൺ നമ്മൾ അമർത്തുന്ന സമയത്ത് നമുക്ക് അത് ബട്ടൺ നമുക്ക് അമർത്താൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിൽ വന്ന് ടൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കമ്പനി പറയുന്ന രീതി എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അതിൻ്റെ മിനിമം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ടൈൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള കനം കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. മിനിമം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് ഒരു ടൈൽ വരുന്നത് 1 സെൻറ്റിമീറ്റർ തൊട്ട് 2 സെൻറ്റിമീറ്ററാണ് മാക്സിമം വരുന്നത്. ഇപ്പോൾ നല്ല രീതിയിലുള്ള ടൈലുകൾ ഒട്ടിക്കുകയാണെങ്കിൽ തന്നെ 2 സെൻറ്റിമീറ്ററിൽ കൂടി കനം വരാറില്ല. അപ്പോൾ 1 സെൻറ്റിമീറ്ററിനും 2 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് നമ്മൾ ടൈലിനനുസരിച്ചിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം ഈ പുഷ് ബട്ടൺ വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അവസാനം വരുമ്പോഴാണ്, ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോഴാണ് അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊന്നും അടയാതെ വരുന്നു. പ്ലേറ്റ് കാര്യങ്ങളൊന്നല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്, ഈ പുഷ് ബട്ടൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്, ഒരു വലിയൊരു പ്ലേറ്റ് വരുന്നുണ്ട്. ആ പ്ലേറ്റ് ഒന്നല്ലെങ്കിൽ ടൈൽമോ ടച്ച് ചെയ്യില്ല, അതല്ലെങ്കിൽ പ്ലേറ്റ് നമ്മൾ വെച്ചതിന് ശേഷം പുഷ് ബട്ടൺ പ്ലേറ്റിൽ പോയി തട്ടും. ഈ 2 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ ഡൈവേർട്ടർ വെക്കുന്ന പോലെ തന്നെ ഡൈവേർട്ടറും ഈ പ്രശ്നം ഉള്ളതാണ്. അതായത് കറക്റ്റ് ലെവലിൽ തന്നെ വെക്കണം. അപ്പോൾ ഈ ഡൈവേർട്ടർ വെക്കുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് വേണം ഈ പുഷ് ബട്ടണും വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കാര്യങ്ങൾ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ മിനിമം പ്രതീക്ഷിക്കുന്നത് ഒരു 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് പോവുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നല്ല രീതിയിൽ റീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മാത്രമേ നമുക്കൊരു ഇതുപോലുള്ള വീഡിയോസ്, പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.